ഹായ് ഹലോ. ദാണ്ട രാവിലെ തന്നെ ഇന്ന് ആമിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടേ. ഞാൻ ദാണ്ട ഇഡ്ഡലിയും ചമ്മന്തിയായിട്ട് അങ്ങോട്ട് ഇരിക്കുവല്ല. ആമിക്കുട്ടി എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ ചെന്ന് വിളിക്കാത്തതിൻ്റെ ഞാൻ കേട്ടില്ല, സത്യത്തിൽ വിളിക്കാത്തതിൻ്റെ ഒരു മൂഡൗട്ടിലാണ് നമ്മുടെ ആൾ കേട്ടോ. ആമിക്കുട്ടി ഈ അതിശയത്തിൽ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അജിയമ്മ അപ്പുറത്തിരുന്ന് കൂമ്പരിയുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുവാണേ. അതോ ഇനി വേറെ ഏതെങ്കിലും ലോകത്താണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആൾ അവിടെ നിന്ന് കണ്ണ് മാറ്റുന്നില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുന്ന് അത് തന്നെ ആയിരിക്കും എന്നാ എൻ്റെ ഒരു തോന്നൽ. അപ്പോഴത്തേക്കിനും പിന്നെ രാവിലെ തന്നെ പിന്നെ ഞാൻ ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ആമിക്കുട്ടിയെ പല്ല് തേപ്പിച്ച് നേരെ ഇഡ്ഡലി കൊടുത്തു കേട്ടോ. ഇന്ന് ഞാൻ മുട്ട കൊടുത്തില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എന്നും രാവിലെ കൊടുക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പം പുള്ളി വെറുത്ത് കാണുമേ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ, 2 ദിവസമായിട്ട്. അപ്പോൾ ഞാനോർത്തുന്ന 2 ദിവസം രാവിലെ കൊടുക്കണ്ട, പിന്നെ എപ്പോഴെങ്കിലും ചോറിൻ്റെ കൂടെ ഒക്കെ എന്തെങ്കിലും വറുത്ത് നമ്മൾ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ വേണ്ട ആ നോട്ടം വന്നത് നമ്മുടെ പൂച്ചക്കുട്ടി വേണ്ട അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ വളർത്തുന്നതല്ലേ, ഇവിടെയൊക്കെ നടക്കുന്നതാണേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ വേണ്ട ഒരു ആപ്പിൾ കണ്ടപ്പോൾ ആമിക്കുട്ടിക്ക് ആപ്പിൾ വേണമെന്ന്. അപ്പോൾ അതേ അമ്പാടിപ്പൂവിന് തല പൊങ്ങിയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ആളുടെ കോലം കണ്ടോ അങ്ങ് ക്ഷീണിച്ചു പോയേ. പിന്നെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ക്ലാസ് ആയതുകൊണ്ട് ഒത്തിരി നോട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 5 ദിവസവും പോകേണ്ടി വന്നില്ല കേട്ടോ, അതുപോലെ പനിയായിരുന്നേ. ഈ പ്രാവശ്യം പക്ഷേ വലിയ കുഴപ്പമില്ല. ഒരു ബന്ധും ഒരു വെള്ളിയും ശനിയും ഞായറും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ്സിൽ പോയല്ലേ, അതൊരു വലിയ സമാധാനമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കിനും എന്താണ്ട് അമ്മ കൂമ്പ് അരിഞ്ഞത് എല്ലാം സെറ്റാക്കി കേട്ടോ. ചെറുപയറും കൂമ്പും കൊണ്ടുള്ള തോരനായിരുന്നേ, അതെല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിലോപ്പിയ ഉണ്ടല്ലോ, തിലോപ്പിയ വെട്ടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസം ഞാനൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു മറ്റേ ചക്കയുടെ ചുളയുടെ സാധനം, അതിൻ്റെ പോള. അപ്പോൾ അത് എല്ലാം അമ്മ മുളകെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം അത് വറുക്കേണ്ട ജോലി എനിക്കാണ് കേട്ടോ. അപ്പോൾ മീൻകറിക്കുള്ളതെല്ലാം അരിയാൻ പറഞ്ഞ് ഞാനതെല്ലാം അരിഞ്ഞ് അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ആമിക്കുട്ടിയുടെ പ്രശ്നം തുടങ്ങിയായിരുന്നു കേട്ടോ. ആ പ്രശ്നത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. കാരണം ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ആളുടെ കണ്ണ് തന്നെ കണ്ടോ, കലങ്ങിയിരിക്കുവാണേ. അപ്പോൾ എന്താണ് ഈ സംഭവത്തിനാണെന്നുള്ളത് ആൾ പറഞ്ഞതും ഇല്ല, ചുമ്മാ കിടന്ന് കരഞ്ഞ്. അപ്പം എനിക്കറിയണ്ടേ ഇതെന്തിനാ കരയുന്നതെന്ന്. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുള്ള് കരച്ചിലായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയ ഒരു മൂഡൗട്ടായിരുന്നേ. പിന്നെ രാവിലെ ഉള്ള ഇത്തിരിയെങ്കിലും കുഴപ്പമില്ലാതിരുന്നത് തണ്ട് ഈ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം ഫുൾ നിർബന്ധമായിരുന്നേ. ഇനി അമ്പാടിച്ചേട്ടൻ്റെ കൊള്ളയുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇനി എന്തുവാന്ന് കണ്ടറിയാം. അങ്ങനെ ഇതെല്ലാം എടുത്ത് ഈ ഐസെല്ലാം എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കൊരു സമാധാനമായി. പിന്നെ ആളുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. കളിച്ചെന്ന് വെച്ചാൽ ഇത് തന്നെ സംഭവം, ആൾ ജ്യൂസാന്നും പറഞ്ഞ് കയ്യിലോട്ട് തരും, നമ്മളത് സൂപ്പറാന്ന് പറയണം. ഇത് തന്നെ റിപ്പീറ്റ്. അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ മീൻകറി തണ്ട് ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് പറ്റിയാൽ മാത്രം മതിയേ. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ദാണ്ടെ നമ്മുടെ ആ ചക്കച്ചോളയുടെ ആ സാധനം അത് ദാണ്ടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതീയിലിട്ട് ഒന്ന് മാറിയതാണേ. അപ്പോൾ ആ അടിഭാഗത്ത് കിടന്നത് മാത്രം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഞാൻ തന്നെ തിന്നേണ്ടി വരും, അത് കുഴപ്പമില്ല, അത് വിട്. അപ്പോൾ അതെല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറിയും ഈ ഫ്രൈയും നമ്മുടെ കൂമ്പും ചെറുപയറും കൊണ്ടുള്ള തോരനായിരുന്നു കേട്ടോ. അതെല്ലാം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഇതാണ്ട് ഈ പരിപാടി ഇവിടെ അരങ്ങേറുന്നത്. ഇതെന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. ആൾ കരച്ചിലാണ് ആദ്യം. കരഞ്ഞ് കുറേ കരഞ്ഞ് കഴിയുമ്പോഴാണ് സംഭവം നമ്മളോട് പറയുന്നത്. ഗംഭീര കരച്ചിലെന്ന് വെച്ചാൽ ഗംഭീര കരച്ചിൽ, നിർബന്ധവും എന്തോ ആണോ അവൾ കാണിക്കുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇതൊരു പോപ്പിൻസിൻ്റെ കഥയായിരുന്നു കേട്ടോ. ഇതൊരു സത്യം പറഞ്ഞ ഈ കരയുന്നതിനൊരു അതിൻ്റെ അമരവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കരയുന്നത്. എന്തിനാ കരയുന്നേ പറഞ്ഞേ? ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മറ്റേ പോപ്പിൻസ് പോലത്തെ ആൽപ്പലീവ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് കിടന്നു. ആ ഒരു പീസ് അവൾക്ക് എടുത്തു കൊടുത്തപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന്. കുറച്ച് നേരം മുന്നേ, ഒരു 1.5 മണിക്കൂറിന് മുന്നേ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി പൊട്ടിച്ചത് പിന്നെ നമ്മൾ വെക്കണ്ട, അത് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലിങ്ങനെ, അല്ല പോപ്പിൻസ് ഇങ്ങനെ പൊതിയാറില്ല, ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഓരോ പ്ലാസ്റ്റിക് കവറിലിങ്ങനെ പൊതിഞ്ഞായിരിക്കുന്നത്.
അപ്പോൾ ഞാനതെന്ത് ഇത് പൊട്ടിച്ചവിടെ കൈ കൊടുത്തപ്പോൾ അവൾക്കത് വേണ്ട. ഞാൻ ചോദിച്ചു ഞമ്മ തിന്നോട്ടെ, ആ എന്ന് പറഞ്ഞവളാ. ഇപ്പം ഞാനത് അവൾക്ക് എടുത്തു കൊടുക്കണം. ആ ഒരൊറ്റ പീസേ ഉള്ളായിരുന്നു, അത് അവൾ കണ്ടതുവാ. ഇപ്പം അതല്ലേലും ഞങ്ങൾക്ക് എങ്ങനെയാ ഇനിയിപ്പോൾ എപ്പോഴാണ് വരണ്ടേ? ഒരാഴ്ച അപ്പം വരണം. ഞാനല്ലാതെ എങ്ങനെ പോവാനാ? എനിക്ക് വണ്ടിയില്ല. വണ്ടി ഉണ്ടോ? വണ്ടി ഉണ്ട് ഇല്ലേ? വണ്ടി ഉണ്ട്. അയ്യോ കേട്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ഞാൻ കയറ്റി ആ കരച്ചിലോടുകൂടി അങ്ങ് ഉറക്കി കേട്ടോ. അപ്പം നമ്മുടെ ആൾ അവിടെ കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇന്ന് എനിക്ക് ഇഡ്ഡലി കുറച്ചധികം ഇരുന്ന് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിലൊരു സംഭവം ഒന്ന് ലഡ്ഡു പൊട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഞാൻ ഓർത്തുന്നത് ഇഡ്ഡലി മസാല ഉണ്ടാക്കാവുന്നേ. അപ്പം ഞാൻ ഓർത്ത് അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പലതരത്തിലെ കിടപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റേതായ ഒരു ശൈലിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമല്ലോ, ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ രാത്രിയിൽ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ മുട്ട വറക്കുമല്ലോ, സെയിം അതുപോലെ തന്നെ ഇട്ട് 2 മുട്ടയും ആ ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി അതെല്ലാം ഇട്ടിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മുട്ട വറുക്കുന്നത് പോലെ തന്നെ ഞാൻ വറുത്ത് അത് അവിടെ മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് ഞാനത് എന്ത് ചെയ്തെന്നറിയാവോ? പിന്നെ നമ്മുടെ ആ സമയം തന്നെ നമ്മുടെ ഇഡ്ഡലി ചെറുതായിട്ട് ഞുറുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ വേപ്പില ഇട്ട് കടുക് പൊട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ചില്ല കേട്ടോ, വേപ്പില ഇട്ടതേ ഉള്ളേ. അപ്പോൾ വേപ്പില ഇട്ടിട്ട് പിന്നെ വേണ്ട ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് അത് നല്ലതുപോലെ മൂപ്പിക്കാനായിട്ട് വെച്ച് കേട്ടോ, ശകലം ഉപ്പും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഉള്ളി വഴണ്ട് കഴിയുമ്പോഴത്തേക്കിനും അതിലോട്ട് ഞാൻ ഇട്ടത് ഒരു ശകലം മുളക് പൊടിയും കുരുമുളക് പൊടിയും ശകലം മസാലപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളേ. കാരണം പച്ചമുളകൊക്കെ നമ്മുടെ മുട്ട വറുത്തതിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം വേണ്ട അതെല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഞാൻ അരിഞ്ഞ് വെച്ചത് കണ്ടല്ലോ, ആ പരുവത്തിന് ഞാൻ അരിഞ്ഞതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കും കേട്ടോ. ആ മസാലയെല്ലാം പിടിക്കത്തക്ക രീതിയിൽ ഇട്ട് നല്ലപോലെ ഇളക്കണേ. പറയാൻ മറന്നുപോയി, നമ്മുടെ ആ ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ അതിലോട്ട് ഞാനൊരു സ്വല്പം ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഉപ്പും എല്ലാം നമ്മുടെ ഇഡ്ഡലിയിലും കൂടെ പിടിക്കത്തക്ക രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പം തന്നെ നമ്മുടെ മുട്ട അതേണ്ട ഞാൻ ഈ പരുവം ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നമ്മുടെ മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഇതിട്ട് കൊടുത്താൽ മതിയേ, അല്ലെങ്കിൽ അങ്ങ് ഒത്തിരി ഇത് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിക്കി തോർത്തി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റേതായ ഒരു രീതിയാട്ടോ ഞാനിത് ചെയ്തത്. പിന്നെ ഞാൻ ആമിക്കുഞ്ഞി എഴുന്നേറ്റ് വന്ന്, അത് ഈ സമയമല്ല കേട്ടോ, അത് എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞ് പാലും എല്ലാം കൊടുത്ത് പിന്നെ കുറേ നേരം അപ്പുറത്ത് ചേട്ടനുമായിട്ട് പോയി കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അവിടെ അച്ഛൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ പരിപാടി വീണ്ടും തുടങ്ങിയായിരുന്നു കേട്ടോ. ആ നിർബന്ധം മൊത്തം പിന്നെ ഞാൻ ആ ഭാഗത്തില്ല കേട്ടോ. ഞാൻ പിന്നെ എല്ലാം അവിടെ ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം അവൾ തീർക്കുന്നത് അവിടെ അച്ഛൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സേഫാകട്ടോ, കുഴപ്പമില്ല. പിന്നെ ഞാൻ അടുക്കളയ്ക്കകത്തുനിന്ന് വന്ന് എന്തോ ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോഴത്തേക്കിന് അതിയാനെ ഇട്ട് മെതിക്കുന്നതാണ് ഞാൻ കാണുന്ന കാഴ്ച കേട്ടോ. ആ ഹാളിൽ കിടന്ന് പിന്നെ അത് അങ്ങ് സഹിച്ച് കിടന്നു കൊടുക്കുകയെ എന്ത് ചെയ്യാനാ, ഇച്ചിരി നേരമെങ്കിലും ചിരിക്കട്ടെ എന്ന് വിചാരിക്കുക. അല്ലെ പിന്നെ മൂശാട്ടയാണ്, രാത്രി പിന്നെ പ്രശ്നമാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ ഞാനൊന്ന് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും എന്താണ്ട് ഹാള് ഈ പരുവത്തിനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട് കളിക്കുവാണേ. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ പാക്ക് ചെയ്തേ. ഇപ്പോൾ ഇത്തത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നേ. മൊത്തം മൂശാട്ടയുടെ ഒരു ദിവസമായിരുന്നു ആമിക്കുഞ്ഞിൻ്റെ. അപ്പോൾ ഇനി കൊച്ചൊരു വിശേഷമായിട്ട് ഇനി നാളെ കാണാം. ടാറ്റാ.